വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കപ്പയും മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയുകയാണ്, കുക്കിംഗ് അറിയുന്ന ഒരാളും ഈ വീഡിയോ കാണരുത്, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയിക്കൊള്ളാം. കപ്പ ഇതാ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായി ലൂസാക്കിയിട്ടാണ് അത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളത് താളിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം കടുക് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നാളികേരം ഇട്ട് മിക്സ് ചെയ്താൽ നമുക്കത് ഡ്രൈ ആയിട്ട് കിട്ടും. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത് ഈ കപ്പ കഴിക്കാനായിട്ട് നമുക്ക് മീൻകറി ഒരു കോമ്പിനേഷനായിട്ട് ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മളൊരു മീൻകറി തയ്യാറാക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് തക്കാളി, സവാള, കറിവേപ്പില ഇതെല്ലാം ഇട്ട് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് മാങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാങ്ങയുടെ അണ്ടി അതിൻ്റെ കൂടെ തന്നെ ഇടാൻ പരമാവധി ശ്രമിക്കണം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് അതിലേക്ക് നമ്മൾ ഫിഷും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം ഇത് അവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ കപ്പയിലേക്ക് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഈ മീൻകറി നമുക്ക് ചോറിലേക്ക് നല്ലൊരു ടേസ്റ്റിയാണ്. ഇനി മീൻകറിയിൽ വെള്ളം കൂടി എന്നുള്ള പരാതി ആരും പറയണ്ട.